അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3097. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഖാല ലി അബീബക്രിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, മറർത്തു ബിക വ അൻത തഖറഉ വ അൻത തഖ്ഫിളു മിൻ സൗതിക്. അബൂബക്കർ, നിൻ്റെ അടുത്തുകൂടെ നടന്നു, അപ്പോൾ ഈ ഖുർആൻ ഓതുകയാണ്, ശബ്ദം താഴ്ത്തിയാണ് ഓതുന്നത്, എന്താണത് കാര്യം എന്ന് ചോദിച്ചു. സൗണ്ട് വളരെ കുറച്ചാണ് ഓതുന്നത്. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നി അസ്മഅതു മന്നാജൈതു, നിശ്ചയം നബിയെ, ഞാൻ ആരോടാണോ അഭിമുഖം നടത്തുന്നത് അവനെ കേൾപ്പിക്കുന്നുണ്ട്. അഥവാ ഞാൻ അള്ളാഹുവിനോടാണല്ലോ മുനാജാത്ത് നടത്തുന്നത്, അള്ളാഹുവിനത് കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ ഞാൻ ഉറക്കെ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വളരെ പതുക്കെ ഓതിയാൽ പോലും അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹുവിനെ കേൾപ്പിക്കലാണ് എൻ്റെ ലക്ഷ്യം, അത് നടക്കുന്നുണ്ടല്ലോ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇർഫ ഖലീലൻ, ഒരല്പം ശബ്ദം ഉയർത്തണം, തീരെ സൗണ്ടില്ലാതെ ഓതരുത്, ഒരു കുറഞ്ഞ ശബ്ദത്തിൽ ഓത്, കുറച്ച് സൗണ്ട് ഉയർത്തണം എന്ന് പറഞ്ഞു. വഖാല ലി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മറർത്തു ബിക വ അൻത തഖറഉ വ അൻത തർഫഉ സൗതക്. ഉമറെ, നിൻ്റെ അടുത്ത് കൂടെ ഞാൻ നടന്നു പോകുമ്പോൾ നീ ഖുർആൻ ഓതുന്നത് കണ്ടു. ആ സമയത്ത് ഖുർആൻ വളരെ ഉച്ചത്തിലാണ് നീ ഓതുന്നത്, ശബ്ദം ഉയർത്തി ഓതുന്നുണ്ടല്ലോ, എന്താ അത് എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നി ഊഖിദുൽ വസ്നാന വ അത്റുദു ശൈത്താൻ, ഞാൻ ഉറങ്ങുന്നവരെ ഉണർത്തുകയാണ്, എല്ലാവരും എണീറ്റ് ഓതട്ടെ. അതുപോലെ പിശാചിനെ ആട്ടി ഓടിക്കുകയാണ്, ഖുർആൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പിശാജ് അവിടെ നിന്ന് ഓടണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ഉച്ചത്തിൽ ഓതുന്നത് എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫദ് ഖലീലൻ, കുറച്ച് സൗണ്ട് താഴ്ത്തണം, കൂടുതൽ ഉച്ചത്തിൽ ഓതണ്ട. അപ്പോൾ അമിതമായ ശബ്ദത്തിലും ഓതരുത്, ഉറങ്ങുന്നവർക്കോ നിസ്കരിക്കുന്നവർക്കോ ശല്യമുണ്ടാകുന്ന രൂപത്തിൽ ഉച്ചത്തിൽ ഓതരുത്, ശബ്ദം കുറയ്ക്കണം. എന്നാൽ പറ്റ ശബ്ദം കുറച്ച് ആർക്കും കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ അങ്ങനെയും ആകരുത്. ഏറ്റവും ചുരുങ്ങിയ സ്വന്തം നഫ്സിനെങ്കിലും കേൾക്കണ്ടേ, അല്ലെങ്കിൽ അടുത്തുള്ള ഒരാൾക്കെങ്കിലും കേട്ടാൽ അവർക്ക് കേട്ട് അതിൻ്റെ പ്രതിഫലം കിട്ടാനും അത് കാരണമായി തീരും. ശല്യമുണ്ടാക്കരുത്. ഈ രണ്ടിൻ്റെ ഇടയിൽ, ഉച്ചത്തിലുമല്ല വളരെ പതുക്കെയുമല്ല, അതിനിടയിലാണ് ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ ശബ്ദം ഉണ്ടായിരിക്കേണ്ടത്. അത് ആസ്വദിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ചിന്തിച്ച് വേണം ഖുർആൻ ഓതാൻ. അല്ലാഹു തആല അത്തരത്തിൽ ഖുർആൻ്റെ സൗന്ദര്യം ശരിക്കും ആസ്വദിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.